ലേണേഴ്സ് എഡ്യൂസോണിൻ്റെ എല്ലാ വീഡിയോസും ഇപ്പോൾ PDF ആയി അവൈലബിൾ ആണ്. PDF ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക. പുരസ്കാരങ്ങൾ 2023-2024 എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് സാഹിത്യ മേഖലയിലുള്ള സമഗ്ര സംഭാവനയ്ക്കാണ്. എഴുത്തച്ഛൻ പുരസ്കാര തുക 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ്. പ്രശസ്തി പത്രവും ശില്പവും 5 ലക്ഷം രൂപയും. 2023 SK വസന്തനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. SK വസന്തൻ. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് കേരള സംസ്കാര ചരിത്ര നിഘണ്ടു, കേരള സംസ്കാര ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ, നമ്മൾ നടന്ന വഴികൾ, പടിഞ്ഞാറൻ കാവ്യ മീമാംസ, പടിഞ്ഞാറൻ കാവ്യ മീമാംസ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് 1993 ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. ശൂരനാട് കുഞ്ഞൻപിള്ള. പിന്നീട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ബാലാമണിയമ്മയാണ്. ബാലാമണിയമ്മ. എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാര തുക. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ. 2022 A സേതുമാധവൻ. സേതു. വയലാർ അവാർഡ്. വയലാർ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1977 പ്രഥമ വയലാർ അവാർഡ് നേടിയത് ലളിതാംബിക അന്തർജനമാണ്. ലളിതാംബിക അന്തർജനം. കൃതി അഗ്നിസാക്ഷി. കൃതി അഗ്നിസാക്ഷിക്ക് ലളിതാംബിക അന്തർജനത്തിന് 1977 വയലാർ അവാർഡ് ലഭിച്ചത്. വയലാർ അവാർഡിൻ്റെ സമ്മാനത്തുക 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപയാണ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 2023 ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പെണ്ടുലം എന്ന ആത്മകഥയ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ജീവിതം ഒരു പെണ്ടുലം എന്ന ആത്മകഥയ്ക്കാണ് ശ്രീകുമാരൻ തമ്പിക്ക് വയലാർ അവാർഡ് ലഭിച്ചത്. 2022 എസ് ഹരീഷിനാണ് വയലാർ അവാർഡ് ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മീശ എന്ന കൃതിക്കാണ് 2022 വയലാർ അവാർഡ് ലഭിച്ചത്. അടുത്തതായി വള്ളത്തോൾ അവാർഡ്. വള്ളത്തോൾ അവാർഡ് നൽകി വരുന്നത് മലയാള ഭാഷയിലെ സമഗ്ര സംഭാവനകൾക്കായിട്ടാണ് വള്ളത്തോൾ അവാർഡ് നൽകി വരുന്നത്. 1,11,111 രൂപയാണ് പുരസ്കാര തുക. വള്ളത്തോൾ അവാർഡ് നൽകി തുടങ്ങിയ വർഷം 1991. 1991 വള്ളത്തോൾ അവാർഡ് നേടിയത് പാല നാരായണൻ നായരാണ്. പാല നാരായണൻ നായർ. വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ബാലാമണിയമ്മയാണ്. ബാലാമണിയമ്മയാണ്. ഇനി 2019 P സക്കറിയയ്ക്കും 2018 M മുകുന്ദനും വള്ളത്തോൾ അവാർഡ് ലഭിച്ചു. 2019 ശേഷം വള്ളത്തോൾ അവാർഡ് പ്രഖ്യാപിച്ചിട്ടില്ല. 2019 P സക്കറിയ, 2018 M മുകുന്ദൻ എന്നിവർക്കാണ് വള്ളത്തോൾ അവാർഡ് ലഭിച്ചത്. ഹരിവരാസനം പുരസ്കാരം. ഹരിവരാസനം പുരസ്കാരം കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഹരിവരാസനം. കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും. ഇത് നൽകുന്നത് സംഗീതത്തിലൂടെ ശബരിമലയുടെ മതനിരപേക്ഷത, സമചിത്തത, സാർവത്രിക സഹോദര്യം എന്നിവയുടെ പ്രചാരണത്തിന് നൽകിയ സംഭാവനകളെ പരിഗണിച്ചാണ് ഈ പുരസ്കാരം നൽകുന്നത്. സംഗീതത്തിൻ്റെ സമഗ്ര സംഭാവനയ്ക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. ശബരിമലയുടെ മതനിരപേക്ഷത, സമചിത്തത, സാർവത്രിക സഹോദര്യം എന്നിവയുടെ പ്രചാരണത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. 2012 ഈ പുരസ്കാരം ആദ്യമായി ഏർപ്പെടുത്തിയത്.
KG യേശുദാസിനായിരുന്നു അന്ന് ഈ പുരസ്കാരം, ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. യേശുദാസ്. 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2024 PK വീരമണിദാസൻ എന്ന തമിഴ് പിന്നണി ഗായകനാണ് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. 2024 PK വീരമണിദാസൻ എന്ന തമിഴ് പിന്നണി ഗായകനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. 2023 ശ്രീകുമാരൻ തമ്പി. 2022 ആലപ്പി രംഗനാഥ് എന്നിവർക്കും ഹരിവരാസനം പുരസ്കാരം ലഭിച്ചു. ഹരിവരാസനത്തിൻ്റെ പുരസ്കാരത്തുക 1,00,000 രൂപയും പ്രശസ്തി പത്രവുമാണ്. 2012 മുതലാണ് ഇത് നൽകി തുടങ്ങിയത്. കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി നൽകുന്ന പുരസ്കാരമാണ് ഹരിവരാസനം പുരസ്കാരം. സംഗീതത്തിൻ്റെ, അതായത് ശബരിമലയുടെ മതനിരപേക്ഷത, സമചിത്തത, സാഹോദര്യം എന്നിവയുടെ പ്രചരണത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഓടക്കുഴൽ പുരസ്കാരം. ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്. ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പ്. ഓടക്കുഴൽ അവാർഡ് ആദ്യമായി ലഭിച്ചത് 1969 വെണ്ണിക്കുളം ഗോപാലകുറുപ്പിനാണ് ആദ്യമായി ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2023 PN ഗോപികൃഷ്ണന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ കൃതി കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. PN ഗോപികൃഷ്ണൻ. 2023 PN ഗോപികൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ കൃതി കവിത മാംസഭോജിയാണ്. 2022 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അംബികാസുധൻ മങ്ങാടിനാണ്. അദ്ദേഹത്തിൻ്റെ പ്രാണവായു എന്ന കൃതിക്കാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. പ്രാണവായു എന്ന കൃതിക്ക് അംബികാസുധൻ മങ്ങാടിനും, കവിത മാംസഭോജിയാണ് എന്ന കൃതിക്ക് PN ഗോപികൃഷ്ണന് 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു. ആദ്യമായി ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് 1969 വെണ്ണിക്കുളം ഗോപാലകുറുപ്പിനാണ്. ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പാണ്. JCB പുരസ്കാരം. 25 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ഒരു ഇന്ത്യൻ എഴുത്തുകാരൻ്റെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത കൃതിക്കാണ് JCB പുരസ്കാരം നൽകുന്നത്. 2023 JCB പുരസ്കാരം ലഭിച്ചത് പെരുമാൾ മുരുകനാണ്. അദ്ദേഹത്തിൻ്റെ ആലണ്ടപ്പാച്ചി എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് ഫയർബേർഡ് എന്ന കൃതിക്കാണ് JCB പുരസ്കാരം ലഭിച്ചത്. ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജനനി കണ്ണനാണ്. 25 ലക്ഷം രൂപ പെരുമാൾ മുരുകനും 10 ലക്ഷം രൂപ വിവർത്തനം ചെയ്തതിന് ജനനി കണ്ണനും ലഭിച്ചു. ഇംഗ്ലീഷിലുള്ള ഈ കൃതിയുടെ പേര് ഫയർബേർഡ് എന്നാണ്. 2022 ഖാലിദ് ജാവേദിൻ്റെ ദ പാരഡൈസ് ഓഫ് ഫുഡ് എന്ന കൃതിക്കും JCB പുരസ്കാരം ലഭിച്ചു. 2022 ഖാലിദ് ജാവേദ്. 2023 പെരുമാൾ മുരുകൻ്റെ കൃതി ആലണ്ടപ്പാച്ചി. മുട്ടത്ത് വർക്കി പുരസ്കാരം. 2019 ബെന്യാമിനാണ് മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ചത്. 2019 ബെന്യാമിൻ. 2018 KR മീരയ്ക്കും മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ചു. 2019 ശേഷം മുട്ടത്ത് വർക്കി പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടില്ല. 2019 ബെന്യാമിൻ, 2018 KR മീര. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. സാഹിത്യത്തിൻ്റെ സമഗ്ര സംഭാവനയ്ക്കാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നൽകുന്നത്. 2001 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയത്. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് അവാർഡ്. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. 2023 സക്കറിയയ്ക്ക് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചു. 2022 A സേതുമാധവനും സാഹിത്യ പുരസ്കാരം ലഭിച്ചു. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സക്കറിയ. പത്മപ്രഭ പുരസ്കാരം.
പത്മപ്രഭ പുരസ്കാരം നൽകി വരുന്നത് പത്മപ്രഭ ഫൗണ്ടേഷനാണ്. 75,000 രൂപയും 75,000 രൂപയുടെ പേഴ്സും രത്നങ്ങൾ പതിച്ച മോതിരവും ഫലകവുമാണ് അവാർഡ് തുക. പത്മപ്രഭ പുരസ്കാരം 2023 സുഭാഷ് ചന്ദ്രനാണ് ലഭിച്ചത്. സുഭാഷ് ചന്ദ്രനാണ് പത്മപ്രഭ പുരസ്കാരം 2023 ലഭിച്ചത്. 2022 2021 പ്രഖ്യാപിച്ചിട്ടില്ല. 2020 ശ്രീകുമാരൻ തമ്പിക്കും 2019 സന്തോഷ് എച്ചിക്കാനത്തിനും പത്മപ്രഭ പുരസ്കാരം ലഭിച്ചു. 75,000 രൂപയുടെ പേഴ്സും രത്നങ്ങൾ പതിച്ച മോതിരവും ഫലകവുമാണ് അവാർഡായി ലഭിക്കുന്നത്. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമായാണ് പത്മപ്രഭ പുരസ്കാരം നൽകുന്നത്. ONV സാഹിത്യ പുരസ്കാരം. ONV സാഹിത്യ പുരസ്കാരം നൽകി വരുന്നത് 2017 മുതൽക്കാണ്. 2017 സുഗതകുമാരിക്കാണ് ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. സുഗതകുമാരി സാഹിത്യത്തിലുള്ള സമഗ്ര സംഭാവനകൾക്കാണ് ONV പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2017 മുതൽ നൽകി വരുന്നു. 2017 ഇത് ലഭിച്ചത് സുഗതകുമാരിക്കാണ്. 2024 പ്രതിഭ റായിക്കാണ് ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2024 പ്രതിഭ റായി. 2023 C രാധാകൃഷ്ണന് ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചു. 2022 ടി പത്മനാഭന് ONV സാഹിത്യ പുരസ്കാരം. 2024 പ്രതിഭ റായിക്കാണ് ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. P കേശവദേവ് പുരസ്കാരം. 2023 ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണനാണ് 2023 P കേശവദേവ് പുരസ്കാരം ലഭിച്ചത്. 2024 അടൂർ ഗോപാലകൃഷ്ണന് P കേശവദേവ് പുരസ്കാരം ലഭിച്ചു. അടൂർ ഗോപാലകൃഷ്ണൻ 2024 അടൂർ ഗോപാലകൃഷ്ണനാണ് P കേശവദേവ് പുരസ്കാരം ലഭിച്ചത്. സാഹിത്യത്തിലുള്ള സംഭാവനകൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. 2024 അടൂർ ഗോപാലകൃഷ്ണനും 2023 ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണനും P കേശവദേവ് പുരസ്കാരം ലഭിച്ചു. JC ഡാനിയേൽ പുരസ്കാരം. മലയാള സിനിമയിലെ പരമോന്നത ബഹുമതിയാണ് JC ഡാനിയേൽ അവാർഡ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ് JC ഡാനിയേൽ പുരസ്കാരം നൽകി വരുന്നത്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് സമ്മാനത്തുക. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് സമ്മാനം. 2022 TV ചന്ദ്രനും 2021 KP കുമാരനുമാണ് JC ഡാനിയേൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. 2022 TV ചന്ദ്രൻ. 2023 പ്രഖ്യാപിച്ചിട്ടില്ല. 2022 JC ഡാനിയേൽ പുരസ്കാരം ലഭിച്ചത് TV ചന്ദ്രൻ. കേരള പുരസ്കാരങ്ങൾ 2023. വിവിധ മേഖലകളിലെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്ത് ഒന്നാമത്തെ പരമോന്നത സംസ്ഥാന പുരസ്കാരമായ കേരള ജ്യോതി വർഷത്തിൽ ഒരാൾക്കും രണ്ടാമത്തെ പരമോന്നത പുരസ്കാരമായ കേരളപ്രഭ വർഷത്തിൽ 2 പേർക്കും മൂന്നാമത്തെ പരമോന്നത പുരസ്കാരമായ കേരളശ്രീ വർഷത്തിൽ 5 പേർക്കും എന്ന ക്രമത്തിലാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കേരള സംസ്ഥാന പുരസ്കാരമായ കേരള ജ്യോതി ഒരാൾക്കാണ് ഒരു വർഷം ലഭിക്കുന്നത്. കേരള ജ്യോതി പുരസ്കാരം സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ടി പത്മനാഭനാണ് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. ടി പത്മനാഭൻ. സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ടി പത്മനാഭനാണ് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടുത്തത് കേരളപ്രഭ പുരസ്കാരം സാമൂഹ്യ സേവന സിവിൽ സർവീസ് മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് M ഫാത്തിമ ബീവിക്ക് ആണ് കേരളപ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. സാമൂഹ്യ സേവന സിവിൽ സർവീസ് മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് M ഫാത്തിമ ബീവി. കലാമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് നടരാജ കൃഷ്ണമൂർത്തി.
കേരള പ്രഭാ പുരസ്കാരം എം ഫാത്തിമ ബീവിക്കും നടരാജ കൃഷ്ണമൂർത്തിക്കും ലഭിച്ചു. കേരള ശ്രീ പുരസ്കാരം സാമൂഹ്യ സേവന മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് പുനലൂർ സോമരാജന് സാമൂഹ്യ സേവന മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരളശ്രീ പുരസ്കാരം ലഭിച്ചു. ആരോഗ്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ഡോക്ടർ VP ഗംഗാധരൻ, വ്യവസായ വാണിജ്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് DC രവി, സിവിൽ സർവീസ് മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് KM ചന്ദ്രശേഖർ, സിവിൽ സർവീസ് മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് KM ചന്ദ്രശേഖർ, കല സംഗീതം മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് പണ്ഡിറ്റ് രമേശ് നാരായൺ, കല സംഗീതം മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് പണ്ഡിറ്റ് രമേശ് നാരായൺ എന്നിവർക്ക് കേരളശ്രീ പുരസ്കാരം ലഭിച്ചു.